വളരെയധികം വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് നേര് എന്ന മോഹൻലാൽ ചിത്രം. നമ്മൾ മോഹൻലാൽ ചിത്രം എന്ന രീതിയിൽ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിനിമ കൂടിയാണ്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ അഭിനയിച്ച് മനോഹരമാക്കി വെച്ച ഒരു ചിത്രം. ഇപ്പൊ പ്രേക്ഷകരുടെ നിരന്തര പ്രശംസകൾ നേടിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അതിന്റെ തിരക്കഥ തന്നെയാണ്. അത് ജിത്തു ജോസഫ് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി കൃത്യമായി അത് നടപ്പിൽ വരുത്തി എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയം. നല്ല അഭിനയം കാഴ്ചവെക്കുന്ന മികച്ച താരങ്ങൾ കൂട്ടത്തിൽ ഉണ്ട് താൻ. കോർട്ട് റൂം ഡ്രാമകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രേക്ഷകനെ മുഴുവൻ സമയവും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള അത്തരം കോടതി രംഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്ന ഒരു സിനിമ കുറച്ച് ശ്രമകരമാണ്. പക്ഷെ ആ കാര്യത്തിൽ നേര് വിജയിച്ചു എന്ന് തന്നെ പറയാം. മുൻപ് മേൽവിലാസം എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയത്തെ തുറന്നു വെക്കുന്ന മനോഹരമായ ഒരു കോർട്ട് റൂം ഡ്രാമ. പക്ഷെ അത് എല്ലാ പ്രേക്ഷകർക്കും ഒരർത്ഥത്തിൽ ദഹിക്കണമെന്നില്ല. മാത്രമല്ല, ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് കോർട്ടിലെ രംഗങ്ങൾ മാത്രം കാണിക്കുമ്പോൾ നമുക്കൊരു തരം വിരസത വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു കോർട്ട് റൂം ഡ്രാമ പ്രേക്ഷകനെ മടുപ്പിക്കാതെ പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അത് ജിത്തു ജോസഫിനെ സാധിച്ചു. മാത്രമല്ല, പല ഘട്ടങ്ങളിലും കോടതിക്ക് പുറത്തേക്ക് കൂടി സിനിമ സഞ്ചരിക്കുന്നത് കൊണ്ട് അത്ര വിരസമായി പോകുന്നില്ല. എന്തായാലും ഇത്തരത്തിലുള്ളൊരു സിനിമ അത് ഈ അർത്ഥത്തിൽ പ്രേക്ഷകരുടെ ശ്രദ്ധയും കയ്യടിയും നേടുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, തീർച്ചയായിട്ടും അത് മികച്ച തിരക്കഥയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കൃത്യമായി ഉറച്ച ശബ്ദത്തോടുകൂടി ആവശ്യമായ ഭാഗങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് കഥ പറയുന്ന നരേശൻ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു. ആ തിരക്കഥയുടെ കെട്ടുറപ്പ് വീണ്ടും പറയുന്നത് ഒരു സിനിമയുടെ നട്ടെല്ല് തിരക്കഥ തന്നെയാണ് എന്നുള്ളതാണ്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ തിരിച്ചുവരവാണ്. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയുടെ പഴയ കാലത്തെയും പുതിയ കാലത്തെയും ഒരു താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നേരെന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ എന്ന നായകൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടൻ അഭിനേതാവ് അദ്ദേഹത്തിന്റെ കഴിവുകൾ മുഴുവൻ പുറത്തെടുത്തു എന്നോ ഒരു വമ്പൻ തിരിച്ചുവരവായി എന്നോ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് നമ്മളെ വീണ്ടും വിസ്മയിപ്പിച്ചു എന്നോ പറയാൻ കഴിയണം എന്നില്ല. കാരണം തിരക്കഥ അതേ ആവശ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതും അതിനപ്പുറത്തേക്ക് മോഹൻലാലിന് കൂടുതലായിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസും തിരക്കഥ കൊടുക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരളവ് വരെ നമുക്ക് മോഹൻലാലിന്റെ തിരിച്ചുവരവ് എന്ന് പറയാമെങ്കിലും തിരക്കഥ തന്നെയാണ് മികച്ചത്. അത് തന്നെയാണ് നേരിന്റെ വിജയത്തിന് കാരണം. സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം, സിനിമയുടെ പ്രമേയം, സിനിമയുടെ ആശയം തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. നമുക്കൊക്കെയും നേരിന്റെ കൂടെ സത്യത്തിനൊപ്പം നിൽക്കുവാനുള്ള ഒരു മനസ്സുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും അതുണ്ടാകും. അങ്ങനെ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ തന്നെയാണ് സിനിമ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, അതിന് പിന്നിലുള്ള അവരുടെ പ്രയത്നവും ഒക്കെയാണ് നമുക്ക് കൂടെ നിൽക്കാൻ തോന്നിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സിനിമയുടെ ഒരു പ്രമേയം കൂടുതൽ സ്പോയിലറുകൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ചിത്രത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച ഒരു കഥാപാത്രം അത് തീർച്ചയായിട്ടും അനശ്വര രാജന്റെ കഥാപാത്രമാണ്. സിനിമയിൽ ഉടനീളം നമ്മുടെ മനസ്സിനെ തൊടുന്ന തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങളാണ് അനശ്വര രാജൻ കാഴ്ചവെച്ചത്. ഒരുപാട് ട്രോളുകളും പലതരത്തിലുള്ള കളിയാക്കലുകളും നേരിട്ട, സൈബറിടങ്ങളിൽ നിരന്തരം ആക്രമണങ്ങൾ നേരിട്ട ഒരു പെൺകുട്ടി എന്ന നിലയിൽ മികച്ച തിരിച്ചുവരവാണ് അനശ്വര നടത്തിയത്. അഭിനയത്തിന്റെ കാര്യത്തിൽ മികച്ച അഭിനയ പ്രകടനം തന്നെ കാഴ്ചവെച്ചു. മറ്റൊന്ന്, എപ്പോഴും എന്നതുപോലെ സിദ്ദീഖ് തന്നെയാണ്. സിദ്ദീഖിന്റെ കഥാപാത്രത്തോട് നമുക്ക് തോന്നുന്ന എതിർപ്പുകൾ, പ്രതിഷേധങ്ങൾ, ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഇടകലർന്ന പല പല ഭാവങ്ങൾ മനോഹരമായ ആ ഒരു കഥാപാത്രത്തെ ചെയ്തു വെച്ചതിൽ അദ്ദേഹത്തിന്റെ കഴിവ്, അഭിനയ രംഗങ്ങൾ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ്. ഓരോ കഥാപാത്രം, മറ്റു കഥാപാത്രങ്ങളെല്ലാം മികച്ച രീതിയിൽ തന്നെ. ജഗദീഷിന് ഒരു പരിധിക്കപ്പുറം ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇടപെടലുകൾക്ക് സാധ്യതയില്ലാത്തതിനാലും കൂടുതൽ അദ്ദേഹത്തിന്റെ ഒരു സ്പേസ്, വളരെ കുറഞ്ഞ ഒരു സ്പേസ്, അത് മനോഹരമായിട്ട് ജഗദീഷ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളും വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചപ്പോഴാണ് നേര് എന്ന സിനിമ മികച്ച ഒരു സിനിമയായിട്ട് മാറി. ഒരു സാധാരണ ജിത്തു ജോസഫിന്റെ സിനിമ കാണുന്നത് പോലെയുള്ള ഒരു മനോഭാവമായിട്ട് പ്രതീക്ഷയുമായിട്ടൊന്നും ഈ നേര് എന്ന് പറയുന്ന സിനിമയിലേക്ക് പോകരുത് എന്ന് തുടക്കം മുതലെയുള്ള ഇന്റർവ്യൂസിൽ ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ജിത്തു ജോസഫ് ആയാലും മോഹൻലാൽ ആയാലും ഒക്കെ.
കാരണം നമ്മൾ ദൃശ്യത്തിന്റെ ഒരു ഹാങ് ഓവറിലാണ് ഈ സിനിമ കാണാൻ പോകുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നിരാശ വരും. പ്രതീക്ഷകൾ കൂടുമ്പോഴാണ് നിരാശ കൂടുന്നത്. സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരു സിനിമയല്ല. കാരണം പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് അടുത്ത രംഗം എന്താണെന്ന് മുൻകൂട്ടി പറയാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. ദൃശ്യം പോലെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ക്രൈം ത്രില്ലർ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു വളരെ സസ്പെൻസ് ത്രില്ലറിലേക്കൊന്നും ഈ സിനിമ നമ്മളെ കൊണ്ടുവരുന്നില്ല. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നമുക്ക് പറയാൻ പറ്റുന്ന പ്രതീക്ഷിക്കാവുന്ന ക്ലൈമാക്സുകളും പ്രതീക്ഷിക്കാവുന്ന രംഗങ്ങളൊക്കെയാണ് സിനിമയിൽ വരുന്നത്. നേര് സീക്കിംഗ് ജസ്റ്റിസ് എന്നാണ് അതിന്റെ ഒരു ടാഗ് ലൈൻ ആയിട്ട് വരുന്നത്. മുകളിൽ വരുന്നത് ആൻ ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ഇമോഷണൽ ആയിട്ട് ഈ സിനിമ എത്രത്തോളം നമ്മളെ ഹുക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ അത് നഷ്ടപ്പെടുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഒരു സിനിമ കാണുന്ന സമയത്ത് ഇമോഷണലി നമ്മൾ അത് ടച്ച് ചെയ്യണം, എങ്കിലും നമ്മൾ ആ സിനിമയുടെ ഒരു നരേഷനൊപ്പം നമുക്കൊരു പ്രേക്ഷകന് പോകാൻ കഴിയും. ചില ഘട്ടങ്ങളിൽ അത് അമിതമായി പോയോ എന്ന ഒരു പരാമർശം ചിലർക്കെങ്കിലും ചിലയിടങ്ങളിൽ കുറച്ച് നീട്ടി വലിച്ച കുറച്ച് ലാഗ് അനുഭവപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണ്, കാരണം അത്തരത്തിലുള്ള ഒരു പ്രമേയമാണ് പറയുന്നത്. ക്യാരക്ടർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും ഇമോഷണലി പ്രേക്ഷകരെ ഒന്നുകൂടി തൊടാനും വേണ്ടിയിട്ട് ടച്ച് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കണം കുറച്ച് ടൈം ചില ഏരിയകളിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ജിത്തു ജോസഫ് എടുത്തിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെയുള്ള എലമെന്റുകളൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാലും നേരിടുന്നുള്ള സിനിമക്ക് തീർച്ചയായിട്ടും മികച്ച പ്രതികരണം തന്നെയാണ്. നല്ല സിനിമയാണ്, എല്ലാവരും കാണേണ്ട സിനിമ തന്നെയാണ്. നമുക്കറിയാം IMDb-യിൽ 8 ഔട്ട് ഓഫ് 10 ആണ് അതിന്റെ റേറ്റിംഗ് എടുക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 6.5 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാം. കാരണം ചില എലമെന്റുകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മോഹൻലാൽ എന്ന നടന്റെ അഭിനയ മുഹൂർത്തത്തിനാണ്, അതിന്റെ തിരിച്ചുവരവിനാണ്. അത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്കുള്ള കുറച്ചുകൂടി സ്പേസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ കൂടുതൽ ചെയ്യാമായിരുന്നു എന്നുള്ള പ്രതീക്ഷയാണ്. ഇനിയും മലൈക്കോട്ടെ വാലിബൻ പോലെയുള്ള സിനിമകളൊക്കെ വരാനുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാം. നേരെ എന്താണെങ്കിലും നേരായ പ്രതികരണത്തിലൂടെ, നേരായ കാഴ്ചയിലൂടെ, മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളിലൂടെ മുന്നേറട്ടെ. താങ്ക് യു.